ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം. ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതുമുള്ളിലാഗ്രഹം ഉറന്നീടായിക മറ്റൊന്നിലും. പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മെന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുത്മകം രത്വം തത്താവശാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ദേവി രാമകൃഷ്ണം ജഗം പദ്മേതയോ ശ്രിത്വാ മേ ഗുരു ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവ്യേ നമഃ. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളേടുക സർവകാലം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭഗവാനും ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. 90ാമത്തെ അധ്യായമാണ്, ദശകമാണ് നമുക്കിന്ന് കാണേണ്ടത്. ശ്രീമൻ നാരായണീയത്തില് 37ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ തുടങ്ങി. എല്ലാം കൃഷ്ണകഥകളാണ്. അവസാനം സന്താന ഗോപാലമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഓർമ്മിച്ചു കൃഷ്ണകഥകളൊക്കെ അവസാനിക്കുകയാണ് ഇതോടു കൂടിയിട്ട്. ശ്രീമദ് ഭാഗവതത്തില് 90 അധ്യായങ്ങളുള്ള ദശമസ്കന്ധത്തില് ഭഗവാന്റെ ചരിതമാണ്, ചരിതാമൃതമാണ്. അത് കഴിഞ്ഞാല് പിന്നെയുള്ള ഏകാദശ സ്കന്ധത്തില് ഭഗവാന്റെ സ്വധാമഗമനമാണ് അതിന്റെ അവസാനം. അതുവരെ ഉദ്ധവന് ഉപദേശം കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് 89ാമത്തെ ദശകത്തില് കഴിഞ്ഞ പ്രാവശ്യം വൃകാസുരന്റെ കഥയും ഭൃഗു മഹർഷി ഭഗവാനെ പരീക്ഷിച്ചതും പറഞ്ഞു. അതില് ആ കഥയില് വിഷ്ണുവിന്റെ മഹത്വമാണ് പറയുന്നത്, മഹാവിഷ്ണുവിന്റെ മഹത്വമാണ് പറയുന്നത്. കൃഷ്ണകഥ അതല്ല. കൃഷ്ണകഥ വിഷ്ണുവും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. എന്നാലും മധുരയില് ജനിച്ച് വൃന്ദാവനത്തിൽ വളർന്ന് പിന്നെ ദ്വാരകയില് താമസമാക്കിയ കൃഷ്ണൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ജരയുടെ അമ്പ് കാലിൽ കൊണ്ടിട്ട് അവസാനം ഭൂമുഖത്ത് നിന്ന് യാത്രയായ കൃഷ്ണൻ, സ്വധാമത്തിലേക്ക് ഗമിച്ച കൃഷ്ണൻ, അഥവാ ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഗമിച്ച കൃഷ്ണൻ. ആ കൃഷ്ണനെ പറ്റിയല്ല, ആ കൃഷ്ണൻ ആരുടെ അവതാരമാണോ ആ അവതാരം മഹാവിഷ്ണുവെ പറ്റിയാണ് 89ാമത്തെ ദശകത്തില്. ഇനിയുള്ള ദശകങ്ങളിലൊക്കെ ഭഗവാന്റെ മഹിമയാണ്, മഹാവിഷ്ണുവിന്റെ മഹിമയാണ്. അപ്പൊ കൃഷ്ണ കഥകള് അവസാനിച്ചു. ഇനി കഥ ഇല്ല. കഥകള് പറയേണ്ട കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതത്തിലെ കുറച്ച് ചില കഥകള് മേൽപ്പത്തൂരാചാര്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലാതെ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രായേണ എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി മഹത്വമാണ്. അപ്പൊ 90 തൊട്ടിട്ടുള്ള അധ്യായങ്ങളില് നമുക്ക് തത്വമാണ് കൂടുതൽ കിട്ടുന്നത്, കഥയല്ല. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. വിഷ്ണു മഹത്വ സ്ഥാപനം എന്നാണ് ഈ ദശകത്തിന്റെ പേര്. വിഷ്ണുവിന്റെ മഹത്വത്തെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തിലും വിഷ്ണുവിന്റെ മഹത്വം തന്നെയാണ്. പക്ഷെ അതിൽ ഇത്രത്തോളം
ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് വിഷ്ണു തന്നെയാണ് ത്രിമൂർത്തികളിൽ ഏറ്റവും വലുത് എന്നുള്ളത് ഭാഗവതത്തിലെ കഥകളിലൂടെയാണ് അത് വ്യക്തമാവുന്നത്. കഥകളിലൂടെ അത് പറയുന്നു. നമ്മൾ കഥയാണ്, കഥാഭാഗം അധികം ശ്രദ്ധിക്കും, അതിന്റെ കൂടെ വിഷ്ണുവിന്റെ മഹത്വം ശ്രദ്ധിക്കും. പക്ഷെ ഇവിടെ നാരായണീയത്തില് അത് എടുത്തെടുത്ത് ഒരു ദശകം, ഈ ദശകം മുഴുവനും വിഷ്ണുവിന്റെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് ഇത്രയധികം ഫോക്കസ് ചെയ്തിട്ട് കുറെ ശ്ലോകങ്ങള് അത് എടുത്തു പറയുന്ന സമ്പ്രദായം നമ്മൾ ഭാഗവതത്തിൽ കാണുന്നില്ല. ഭാഗവതം വൈഷ്ണവ ഗ്രന്ഥാണ്. ആ വൈഷ്ണവ ഗ്രന്ഥം പാരായണം ചെയ്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭട്ടതിരി ആചാര്യന് താൻ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനൊരു ദൗത്യം കൂടി നിറവേറ്റേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭാഗവതത്തെ ആസ്വദിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണിത്. അതിന്റെ പരിസമാപ്തിയില് ഭാഗവതത്തിൽ ഇല്ലാതെയും ശക്തമായിട്ട് വിഷ്ണുവിനെ മറ്റ് മൂർത്തികളിൽ നിന്നൊക്കെ മുകളിലായിട്ട് സ്ഥാപിച്ചുകൊണ്ട് കിട്ടുന്നത് ഭാഗവതവും ഭഗവാന്റെ മഹത്വവും ഒക്കെ അത്രയേറെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഭട്ടതിരിയുടെ ആചാര്യന്റെ വൈയക്തികമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ വന്ന സമയത്ത് ഒന്നും എഴുതാനോ ശ്രദ്ധ വെച്ച് ഭഗവാനെ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. നമ്മൾ കഥ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു കേൾക്കുന്നത് വാതരോഗം വന്ന് അനങ്ങാൻ വയ്യാതെയായിട്ട് സഹോദരൻ മാതൃദത്തൻ എന്ന് പറഞ്ഞ അനിയൻ അദ്ദേഹത്തെ ഒരു കൊട്ടയിലാക്കിയിട്ട് ചുമന്നുകൊണ്ട് പിന്നെ കുറെ ദൂരം വള്ളത്തില് തോണിയില് അങ്ങനെയൊക്കെയാണ് ഗുരുവായൂരിലെത്തിയത്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. രാവിലെ ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് ഓരോരോ ദശകമായിട്ട് എഴുതും. 1ഉം 2ഉം ദശകങ്ങൾ കഴിഞ്ഞപ്പോ ഭട്ടതിരി ആചാര്യൻ അനുഭവിക്കുന്ന ഉത്കടമായിട്ടുള്ള വേദന, ശരീരത്തിലുള്ള വേദന, വാതരോഗം വന്നിട്ട് അത് നമുക്ക് കൂടി ഒരു അനുഭവമായി തീരും. അത്രയ്ക്കധികം ഭഗവാനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് മുഴുവനും പരിദേവനമാണ് 3ാമത്തെ അധ്യായം. ആദ്യത്തെ 2 അധ്യായം ഉത്സാഹത്തോടു കൂടി എഴുതി. പക്ഷെ 3ാമത്തെ അധ്യായം വന്നപ്പോ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അവിടുന്ന് പിന്നെ പലതും പറയുന്നുണ്ട് ഭഗവാനോട്, എനിക്ക് കുറച്ചെങ്കിലും ആരോഗ്യം തരൂ, ഇത്തിരി ആരോഗ്യം തന്നാൽ പിന്നെ നമ്മളുടെ പൂർവികരുടെ വാക്കുകളൊക്കെ എന്തായി? ഭഗവത് ഭജനം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും തീർക്കാം എന്നുള്ളത് അവര് പറഞ്ഞതൊക്കെ വെറും വഴിപോക്കരുടെ വാക്കുമാതിരി മിഥ്യയായി തീരില്ലേ, വിലയില്ലാത്തതായി തീരില്ലേ? ഇങ്ങനെയൊക്കെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവമാനം ഭഗവാനെ, അതിന്റെ അപഖ്യാതി ഹേ ഭഗവാനെ അവിടുത്തേക്ക് തന്നെയാണ്. ഇത്രയൊക്കെ ശക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണകഥയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ ദശാവതാരം മുഴുവനും പറയുന്നുണ്ട്. കൃഷ്ണകഥയൊക്കെ കഴിഞ്ഞ് ഈ 90ാം അധ്യായമൊക്കെ എത്തുമ്പോഴേക്ക് വളരെയധികം അസുഖം മാറിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 98ാമത്തെ ദശകം അതെത്തുമ്പോ നമസ്കാര ദശകം എത്തുമ്പോഴോ അപ്പോഴേക്കും ഓരോരോ ശ്ലോകം കഴിഞ്ഞപ്പോഴും ഭട്ടതിരി സ്വയം എഴുന്നേറ്റ് ഭഗവാനെ നമസ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പല ആചാര്യന്മാരും നാരായണീയ സപ്താഹത്തിന്റെ സമയത്ത് നമസ്കാര ദശകത്തിലെ ഓരോരോ ശ്ലോകങ്ങൾ കഴിഞ്ഞാലും ഇരിക്കുന്നിടത്തു നിന്ന് എണീറ്റിട്ടൊന്ന് നമസ്കരിക്കും. ഭക്തന്മാരും അങ്ങനെ ചെയ്യുന്നത് കാണാം. ആ അവസ്ഥയിലേക്ക് ഇപ്പോ എത്തിയ സമയത്ത് സ്വന്തം അനുഭവത്തിന്റെ ഊഷ്മളതയിൽ നിന്ന് തന്നെ അതിന്റെ വാംത്ത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഭട്ടതിരി ആചാര്യന് പറയാം, ആ വിഷ്ണുവിനെ ഭജിക്കുക, ആ ഭജനം ഒരിക്കലും പാഴായി പോവില്ല.
അത് മനസ്സിലത് വളരെയധികം ശക്തമായിട്ട് ഭഗവാനോടുള്ള നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത അതുകൂടി കാണിക്കാനായിരിക്കാം ഇങ്ങനെ ഇത്ര അധികം ഭഗവാന്റെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടി ഇത്ര അധികം അദ്ദേഹം പരിശ്രമിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. മൃഗഭൃഗുമുനി മോഹിന്യംബരീഷാദിവൃത്തേഷു അയി തവ ഹി മഹത്വം സർവശർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാകഭിന്നം കിമപി യദവഭാദം തദ്ധീരൂപം തവൈവ. ഭാഗവതത്തിലെ കഥകള്, നാരായണീയത്തിലും എടുത്തു പറഞ്ഞിട്ടുള്ള കഥകള്, ആ കഥകളിലൊക്കെ അതിൽ ഉടനീളം സഞ്ചരിക്കുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് മൃഗാസുരന്റെ കഥ പറയുന്ന സമയത്ത് ഭൃഗുമുനിയുടെ പരീക്ഷണം, അത് ഇതിന് തൊട്ട് മുമ്പത്തെ ദശകത്തിലത്തെയാണ്, 89 ദശകത്തിലത്തെ ഭൃഗുമുനിയുടെ പരീക്ഷണം. അതിനു മുമ്പ് അഷ്ടമസ്കന്ധത്തിലെ കഥകൾ പറയുന്ന സമയത്ത് മോഹിനിയുടെ കഥ, നവമസ്കന്ധത്തിലത്തെ കഥകൾ പറയുന്ന സമയത്ത് അംബരീഷന്റെ കഥ. ഇതിലൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? മഹാവിഷ്ണുവിന്റെ മഹത്വം മനസ്സിലാവുന്നുണ്ട്. ഈ ദശകത്തില് നാരായണ ഭട്ടതിരി ആചാര്യൻ എടുത്തു പറയുമ്പോ കമ്പാരിസൺ, താരതമ്യം വരുന്നത് മുഴുവനും മഹാദേവനുമായിട്ടാണ്. അപ്പോ ബ്രഹ്മാവിന്റെ അഹങ്കാരം കഴിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണാവതാര കാലത്ത് വത്സസ്തേയത്തിന്റെ സമയത്ത് അനുഗ്രഹിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇന്ദ്രനെ, അത് ഗോവർദ്ധന പർവ്വതത്തിന്റെ ഉദ്ധരണത്തിന്റെ കാലത്ത് അവിടെയൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുകളിലൊക്കെ ആധിപത്യം. പക്ഷേ മഹാദേവന്റെ മുകളിൽ സ്ഥാപിച്ച ആധിപത്യമാണ് അധിക കഥകളിലും കുറേ കഥകളിലും നിൽക്കുന്നത്. അതെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ദശകം തുടങ്ങുന്നത് തന്നെ. ഈ കഥകളിലൂടെയൊക്കെ മഹാദേവന്റെ മുകളിലായിട്ട് മഹാവിഷ്ണുവിന്റെ മഹത്വം സ്ഥാപിക്കപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. സർവശർവാദിചൈത്രം, ഭഗവാൻ എല്ലാവരുടെ മുകളിലും ആധിപത്യം സ്ഥാപിച്ചു. ശർവാദികളുടെ പോലും ശർവൻ മഹാദേവൻ, ശിവനെ പോലും ജയിച്ചു. ചൈത്രം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മഹാവിഷ്ണുവിന്റെ ഉടനീളം മഹാവിഷ്ണുവിന്റെ ജയത്തിന്റെ കഥയാണ് നമ്മൾ കാണുന്നത്. ഭഗവാന്റെ ചൈത്രം അതാണ് കാണുന്നത്. സർവശർവാദി ചൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാകഭിന്നം കിമപി യദവഭാദം തദ്ധിരൂപം തവൈവ. ഈ കഥകളിൽ കൂടെയൊക്കെ തന്നെ ഭഗവാനെ, അവിടുത്തെ മഹിമയാണ് കാണുന്നത്. എല്ലാ ദേവന്മാരെയും ജയിച്ചു. അത് ഭാഗവതത്തിൽ നമ്മൾ കാണണ്ടല്ലോ. ഇന്ദ്രൻ, ബ്രഹ്മാവ്, വരുണൻ, പിന്നെ അങ്ങനെ കുറേ ശക്തികളുടെ മുകളില് ഭഗവാൻ സ്ഥാപിച്ചിട്ടുള്ള ആധിപത്യത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്. കുറേ കഥകളിലായിട്ട് മഹാദേവന്റെ മുകളിലും വിജയം ഉറപ്പിച്ചതായിട്ടുള്ള കഥകളും കാണുന്നുണ്ട്. ഭൃഗുമുനി മോഹിന്യ അംബരീഷാദി വൃത്തേഷു, ഈ കഥകളിലൊക്കെ തവഹി മഹത്വം, അവിടുത്തെ മഹത്വം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. സർവശർവാദി ചൈത്രം, ശർവൻ അഥവാ മഹാദേവന്റെ മുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ജയം ആണ് ഇവിടെ കാണുന്നത്. ഭഗവാന്റെ അനിർവചനീയമായിട്ടുള്ള രൂപം, നിഷ്കളാർവാകഭിന്നം. നിഷ്കളം എന്ന് പറയുമ്പോൾ അവിടെ സകളവും ഉദ്ദേശിക്കുന്നുണ്ട്. ഭഗവാന്റെ നിഷ്കളമായിട്ടുള്ള ഭാവം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മഭാവം. അവിടെ രൂപമില്ല, നാമമില്ല, കാലത്തിന്റെ അതിർത്തികളില്ല. പല അവതാരങ്ങളും നമുക്കറിയാം. ഒരു പ്രത്യേക സമയത്ത് ഭഗവാൻ അവതരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന മന്വന്തരത്തിൽ അവതരിച്ചു, ചാക്ഷുഷ മന്വന്തരത്തിൽ അവതരിച്ചു,
അതല്ലെങ്കിൽ താമസമന്വന്തരത്തില് ആനയായിട്ട്, ചാക്ഷുഷ മന്വന്തരത്തില് ആമയായിട്ട് ഒക്കെ ഭഗവാൻ അവതരിച്ചു. ആ അവതാരം ഉപസംഹരിക്കുന്നതിനെ പറ്റിയും നമ്മൾ കാണുന്നുണ്ട്. ഭഗവാൻ വന്നു, അവതാരം ഉപസംഹരിക്കുന്നു. അതൊക്കെ സകളമാണ്. ശരീരമുണ്ട്, പേരുണ്ട്, ഇന്ന സ്ഥലത്താണ് ഈ അവതാരം സംഭവിച്ചത് എന്ന് നമുക്ക് പറയാം. ഇന്ന സ്ഥലത്താണ് ആ അവതാരകാലത്ത് ഭഗവാൻ ഇന്ന സ്ഥലത്തൊക്കെയാണ് ജീവിച്ചത് എന്ന് പറയാം. ഇപ്പം കൃഷ്ണാവതാര കാലാണെങ്കിൽ ഗോകുലത്തിൽ മഥുരയിൽ ജനിച്ചു, ഗോകുലത്തിലും വൃന്ദാവനത്തിലുമായിട്ട് വളർന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ദ്വാരകയിൽ താമസിച്ചു. സ്ഥലവുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്ഥലം, കാലം, പിന്നെ വസ്തുക്കളുമായിട്ട് ഇതൊക്കെ വൃന്ദാവനത്തിലാണ് ഭഗവാൻ ചരിച്ചിരുന്നത്. വൃന്ദാവനം ഭഗവാന്റെ ലീലയുടെ ഒരു രംഗം, സ്ഥലം, ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് അതിനെ നമ്മൾ സകളമായിട്ടുള്ള ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ പറ്റി അവിടെ പറയുന്നത്. സകളമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് ഉപാസിക്കുകയും ചെയ്യാം. ധ്യാനിക്കുന്നത് ഗുരുവായൂരപ്പനെ, പിന്നെ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഏതെങ്കിലും ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള മന്ത്രം, ഇതൊക്കെ സകള ഉപാസനയാണ്. നിഷ്കളമായിട്ടുള്ള ഉപാസന എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇതിനൊക്കെ അപ്പുറത്താണെന്ന് മനസ്സിലാക്കിയിട്ട് കാലദേശങ്ങളെ കൊണ്ട് പരിച്ഛിന്നമല്ലാതെ ഭഗവാനെ കാണുകയാണ്. അങ്ങനെ ആ അവസ്ഥയില് ഭഗവാനെ നമ്മളൊരു നാമത്തിൽ ഒതുക്കി നിർത്തുന്നില്ല, രൂപത്തിൽ ഒതുക്കി നിർത്തുന്നില്ല, ഒരു പ്രത്യേക സ്ഥലവുമായിട്ടുള്ള അസോസിയേഷനിൽ ഒതുക്കി നിർത്തുന്നില്ല. അങ്ങനെയുള്ള നിഷ്കളഭാവം ഈ രണ്ട് രൂപങ്ങളിൽ നിന്നും അഭിന്നമാണ് ഭഗവാന്റെ അനിർവചനീയമായിട്ടുള്ള രൂപം. രണ്ടാണെങ്കിലും ശരി, ഭഗവാൻ ഇന്നതാണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അനിർവചനീയനായിട്ട് എടുക്കുന്നത്, വാക്കിന് അതീതനായിട്ട്. അങ്ങനെയുള്ള ഭഗവാൻ, ആ ചൈതന്യം, അതാരാണ്? ആ പരബ്രഹ്മമായിട്ടുള്ള ചൈതന്യം, അതും ഭഗവാൻ തന്നെയാണ്, അത് മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തില് ഒന്നാമത്തെ ദശകത്തില് ഒന്നാമത്തെ ശ്ലോകമായിട്ട് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം, അവിടെ പരബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. സാന്ദ്രമായിട്ടുള്ള ആനന്ദം, ഘനമായിട്ടുള്ള ആനന്ദം, ബോധം, അതൊക്കെ പറഞ്ഞിട്ട് അവിടെ വർണ്ണിക്കുന്നത് ഭഗവാന്റെ നിഷ്കളമായിട്ടുള്ള ഭാവമാണ്. അതേസമയം ഭഗവാൻ ഗുരുവായൂരില് ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാനെ സകളമായിട്ട് അവിടെ ഉപാസന ചെയ്യാണ്. ഈ രണ്ട് ചൈതന്യവും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. ഒരു തരത്തിലും ഭഗവാനിൽ നിന്ന് അല്പം പോലും ഭിന്നമല്ല പരബ്രഹ്മം എന്നുള്ള ഭാവവും, അതേസമയം അവതാരകാലത്തുള്ള ഭഗവാന്റെ ഭാവം, ഇത് രണ്ടും ഭഗവാന്റെ തന്നെയും ഭാവങ്ങളാണ് എന്ന് പറയുന്നു. പിന്നെ രണ്ടാം ശ്ലോകത്തില് മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹുപരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠവദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപതേ ത്രിഭാഗേ. ശൈവരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദശകത്തില് പലപ്പോഴും മേൽപ്പത്തൂർ ആചാര്യൻ മഹാവിഷ്ണുവിനെ പറ്റി പറയുന്നത് ശൈവര്, അതായത് ശിവപക്ഷപാതികള്, ശിവനെ ആരാധിക്കുന്നവര്, വലിയ മഹത്വമുള്ളൊരു വിഭാഗം തന്നെയാണ് അതും. ശൈവര് എങ്ങനെയാണ് അവരുടെ പരമതത്വത്തെ കാണുന്നത്? ത്രിമൂർത്തികളെ പറ്റി അവരും പറയുന്നുണ്ട്. ത്രിമൂർത്തികൾക്ക് മുകളിലായിട്ട് ഈശ്വരന്റെ മുകളിലായിട്ട് പരബ്രഹ്മം, അതായത് സദാശിവൻ. സദാശിവൻ എന്ന് അവർ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മത്തെ തന്നെയാണ്. ആ പരബ്രഹ്മം ഒരു രൂപമെടുത്തിട്ട്, ഇപ്പൊ വിഷ്ണുവിനെ പോലെ
വൈകുണ്ഠനാഥനെ പോലെ. വൈകുണ്ഠനാഥനെ പോലെ ഒരു രൂപം എടുത്തു വരുമ്പോ ഈശ്വരൻ എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഈശ്വരൻ തന്നെ എത്രയോ ഭാവങ്ങളില്, മത്സ്യക്കൂർമ്മ, വരാഹാദി രൂപങ്ങളില്, പിന്നെ നരസിംഹം, വാമനൻ തുടങ്ങിയിട്ടുള്ള കഥകളിലൊക്കെ ഭഗവാന്റെ ഈ വശമാണ് കാണുന്നത്. മൂർത്തിത്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, അവിടെയുള്ള ബ്രഹ്മാവ്, അവിടെയുള്ള വിഷ്ണു വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണുവിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാല് വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണു ഒരു തത്വമായിട്ട് അവിടെ നിലകൊള്ളുകയാണ്. ഇങ്ങനെയുള്ള വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണുവിനെ കാണാനാണ് കൃഷ്ണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുപോയത് സന്താനഗോപാലം കഥയില്. സന്താനഗോപാലം കഥയിൽ പറയുന്നുണ്ട്, കൃഷ്ണനും വിഷ്ണു ഒന്ന് തന്നെയാണ്, കൃഷ്ണനും അർജുനനും ഒന്ന് തന്നെയാണ്, നരനാരായണന്മാരാണ്. പക്ഷെ വ്യാവഹാരികമായിട്ടുള്ള തലത്തില് ചില ഫങ്ഷൻസിന്റെ പേരില് അവര് തമ്മിൽ വ്യത്യാസമുണ്ട്. കൃഷ്ണൻ, മഹാവിഷ്ണുവായിട്ടുള്ള കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയായിട്ടുള്ള അർജുനനെ കൂട്ടി വൈകുണ്ഠത്തിൽ പോയിട്ട് വൈകുണ്ഠനാഥനെ ദർശിക്കുന്നുണ്ട്. ആ സമയത്ത് വൈകുണ്ഠനാഥൻ പറയുന്നുണ്ട്, നിങ്ങളെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളെ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. ആ വൈകുണ്ഠത്തിലുള്ള വിഷ്ണു, അപ്പോ മൂർത്തികൾ 3 പേരുണ്ട്. ഒരാൾക്ക് സൃഷ്ടിയാണ് ഒരാളുടെ ഫങ്ഷൻ, മറ്റ് അതായത് ബ്രഹ്മാവിന്റെ, മഹാവിഷ്ണുവിന്റെ സ്ഥിതി, ഈ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തെ മുഴുവനും അതിന്റെ നിലയിൽ അങ്ങനെ പാലിച്ചു കൊണ്ടുപോവുക. സമയം വരുമ്പോ സംഹരിക്കേണ്ടത് അത് മഹാദേവനാണ്. 3 പേർക്ക് 3 പ്രത്യേക ഭാവങ്ങളും രൂപങ്ങളും നാമങ്ങളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്ത് വൈകുണ്ഠനാഥൻ, ഈശ്വരൻ, അതിനപ്പുറത്ത് പരബ്രഹ്മം. ഇപ്പൊ ശൈവരോട് ചോദിച്ചാലോ, അവര് പറയും ഈ 3 മൂർത്തികളുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. അതിനപ്പുറത്ത് ഈശ്വരൻ, അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ശിവതത്വത്തെയാണ്. അതിനപ്പുറത്ത് സദാശിവൻ, പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ പരബ്രഹ്മം എന്ന് വൈഷ്ണവര് പറയുമ്പോ ശൈവര് സദാശിവൻ എന്ന് പറയുന്നു. ഇവിടെ ഭട്ടതിരി പറയണു, ഭഗവാനെ അവിടുന്ന് പരബ്രഹ്മ ഭാവത്തിൽ ഇരിക്കുന്നത് ആണല്ലോ സദാശിവ സ്വരൂപം, സദാശിവ ചൈതന്യം. അവിടുന്ന് വൈകുണ്ഠനാഥനായിട്ടിരിക്കുന്നത് തന്നെയാണല്ലോ ഈ ശൈവര് പറയുന്ന ഈശ്വരൻ എന്നുള്ള അവസ്ഥ. അത് കഴിഞ്ഞ് 3 മൂർത്തികള്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര്, അവര് നിൽക്കുന്ന തലം, ആ തലത്തിൽ എത്തിയാലും അവരിൽ തന്നെയും ഭഗവാന് തന്നെയാണ്, മഹാവിഷ്ണുവിന് തന്നെയാണ് പ്രൈമസി ഉള്ളത്, ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. അപ്പോ 3 മൂർത്തികളും അവിടുന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ 3 മൂർത്തികള് ഭഗവാന്റെ തന്നെ പല ഭാവങ്ങളാണ്. അതില് വിഷ്ണു എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നതിനാണ് മഹത്വം. കാരണം അതിലാണ് സാത്വികത അധികമുള്ളത്. അത് കഴിഞ്ഞ് ശൈവര് പറയുന്ന ഈശ്വരന്റെ അവസ്ഥ എത്തുമ്പോ അതാരാണ് ഈശ്വരൻ? വൈകുണ്ഠവാസിയായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു പടി കൂടി അപ്പുറത്ത് സദാശിവനാവുന്ന സമയത്തോ അത് തന്നെയാണ് നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങള് ശൈവര് എടുത്തെടുത്ത് അവരുടെ ഇഷ്ടദേവനെ പുകഴ്ത്തി പറയാൻ ഉപയോഗിക്കണം. അതേ വാക്കുകളും വാചകങ്ങളും വെച്ചിട്ട് മഹാവിഷ്ണുവിനാണ് സുബ്രഹ്മസി എന്നുള്ളത് ഇവിടെ ആചാര്യൻ വീണ്ടും 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 അടിച്ചുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർ ധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാര ചേഷ്ടാദികഞ്ച തവ ശങ്കരനാംനി മൂർത്തൗ. പിന്നെ 3 മൂർത്തികള് എന്ന് 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ മൂർത്തികൾ ആരാണ് എന്നുള്ളത് 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു.
തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർ. ഈ മൂന്ന് മൂർത്തികളില് ഏറ്റവും അധികം സാത്വികത ഹേ ഭഗവാനെ അവിടുത്തേക്ക് തന്നെയാണ്. അതില് ബ്രഹ്മദേവനെ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് ബ്രഹ്മാവിന്റെ കർമ്മം. സൃഷ്ടിക്ക് ധാരാളം രജസ് വേണം, സത്വം കുറച്ച്, ബാക്കി മുഴുവനും രജസ്. ഇതാണ് ബ്രഹ്മാവിന്റെ അവസ്ഥ. പക്ഷേ മഹാവിഷ്ണുവിന്റെ അവസ്ഥയോ സാത്വികതനു മാത്രമാണ്. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർ ധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ. ധാതാവിനെ എടുത്താലോ, ധാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ. ധാതാവ്, വിധാതാവ് എന്നൊക്കെ പറയുന്നത് ബ്രഹ്മദേവനാണ്. ബ്രഹ്മദേവനെ എടുത്തിട്ടുണ്ടെങ്കിൽ സത്വം കുറച്ചേ ഉള്ളൂ, സത്വവിരളോ, കുറച്ച് സത്വം. രജസൈവ പൂർണ്ണ, അധികവും രജസ്സാണ്. തിങ്ങി പൊങ്ങി വരുന്നത് ബ്രഹ്മദേവൻ എന്നുള്ള ആ ദേവനില് പൊങ്ങി വരുന്ന വികാരം എന്താണ്, അഥവാ ഗുണം എന്താണ്? ഗുണം രജസ്സാണ്. പിന്നെ അടുത്ത വരിയിൽ പറയുന്നു, സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരശ്ചേഷ്ടാധികഞ്ച തവ ശങ്കരനാംനി മൂർത്തവും. അത് കഴിഞ്ഞാല് സത്വഗുണമുണ്ട്, അതേപോലെ തന്നെ തമോ ഗുണം, പ്രബലമായിട്ട് തമോ ഗുണമാണ് മഹാദേവനില്. അങ്ങനെയുള്ള മഹാവിഷ്ണു, ഏറ്റവും അധികം സാത്വികത നിൽക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് മൂർത്തികളിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് വൈകുണ്ഠമൂർത്തിയാണ്, അതും സാത്വിക മൂർത്തിയാണ്. അതിനപ്പുറത്ത് പരബ്രഹ്മം. ഒരു തരത്തിലും ശൈവന്മാര് പറയുമ്പോ അവരുടെ ഇഷ്ടമൂർത്തിയായിട്ട് അവര് ശിവനെ കാണുമ്പോ ശൈവമായിട്ടുള്ള പദപ്രയോഗങ്ങളിൽ പെട്ടതാണ് സദാശിവൻ. അവരും ഈശ്വരൻ എന്ന് പറയും. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പദങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഭട്ടതിരി ആചാര്യൻ പറയാണ്, അവിടുന്ന് തന്നെയാണ് ഈശ്വരൻ, അവിടുന്ന് തന്നെയാണ് ശൈവര് സദാശിവം എന്ന് പറയുന്ന പരബ്രഹ്മം. അതില് ത്രിമൂർത്തികളില് മൂന്നിലും ഭഗവൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതൊന്നുകൂടി വിസ്തരിക്കുകയാണ്. മഹാദേവന്റെ കാര്യം എന്താണ്? സത്വഗുണമുണ്ടെങ്കിലും തമോ ഗുണമുണ്ട്. അതേസമയം ബ്രഹ്മാവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സത്വഗുണം, നല്ലോണം പ്രബലമായിട്ട് രജോ ഗുണം. അങ്ങനെ വർണ്ണിക്കുന്നിടത്ത് മൂർത്തിത്രയങ്ങളിലും കേമനായിട്ടുള്ളത് മഹാവിഷ്ണുവാണ് എന്ന് സ്ഥാപിച്ചു. തം ച ത്രിമൂർത്യധികതം പരപൂരുഷം ത്വം സർവാത്മനാപി ഖലു സർവമയത്വഹേതോ ശംസന്ത്യുപാസന വിധൗ തദപി സ്വതസ്തു ത്വദ്രൂപമിത്യതിദൃഢം ബഹു ന പ്രമാണം. ത്രിമൂർത്തികളിലും മേലെയുള്ള ഈശ്വരൻ അത് അങ്ങയുടെ വൈകുണ്ഠനാഥനായിട്ടുള്ള ഭാവമാണ് എന്ന് പറഞ്ഞു. അവിടുന്നാണെങ്കിൽ സർവാത്മാവാണ് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. സർവാത്മാവാണ്. അപ്പോ ഉപാസനാ വിധിയിൽ അറിയുന്നവര് ശൈവരിൽ തന്നെ വളരെ കേമന്മാരായിട്ടുള്ള ആൾക്കാര്, ജ്ഞാനികള്, ഉപാസന വിധം നല്ലോണം അറിയുന്നവര്, അവരൊക്കെ പറയുന്നത് ശിവസ്വരൂപം തത്വമൊക്കെ നന്നായി പറയുന്നവര് അവരും സദാശിവനെയാണല്ലോ ഏറ്റവും വലുതായിട്ട് പരമതത്വമായി കാണുന്നത്, പരബ്രഹ്മത്തെ തന്നെയാണ്. ആ പരബ്രഹ്മം അങ്ങ് തന്നെയാണ്. ശിവസ്വരൂപം എന്ന് പറയുന്നത് അവിടുന്നാണ്. അവിടുന്ന് തന്നെയാണ് ശിവസ്വരൂപം. ഒരു തരത്തിലും ഭിന്നത ഇല്ല. എന്ന അതേ സമയത്ത് വൈഷ്ണവ ഗ്രന്ഥമായതുകൊണ്ട് മഹാദേവനേക്കാൾ ഉപരിയാണ് മഹാവിഷ്ണുവിന്റെ സ്ഥാനം എന്ന് എടുത്തെടുത്ത് പറയുന്നു. പിന്നെ ഭാഗവതത്തിൽ ഇല്ലാത്തൊരു ഭാഗമാണത്. കാരണം ഭാഗവതത്തിലെ ശ്രീ ശങ്കരാചാര്യരെ പറ്റി ഒന്നും പരാമർശമില്ല.
ഇവിടെ പറയുന്നു, ശ്രീശങ്കരോഭി ഭഗവാൻ സകളേഷു താവത് ത്വാമഹൈവ മാനയതി യോ നഹി പക്ഷപാതി ത്വന്നിഷ്ടമേവ സഹി നാമ സഹസ്രകാദി വ്യാഖ്യാദ്ഭവത് സ്തുതിപരശ്ച ഗതിം ഗതോന്തേ. ശ്രീ ശങ്കര ഭഗവത്പാദരെ പറ്റി ഒരു പരാമർശം ഇവിടെ. ഇത് തീർച്ചയായിട്ടും ഭാഗവതത്തിലുള്ളതല്ല. ഇതൊക്കെ ഭാഗവതത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മേൽപ്പത്തൂർ ആചാര്യൻ സ്വന്തം മനസ്സിൽ തോന്നിയ കാര്യങ്ങള് സ്ഥാപിക്കുകയാണ് ഈ 90ാമത്തെ ദശകത്തില്. അതില് ശ്രീ ശങ്കര ഭഗവത്പാദരെ പറ്റി പറയുന്നു. ശ്രീ ശങ്കര ഭഗവത്പാദര് മഹാവിഷ്ണുവിനെ പുരസ്കരിച്ച് എന്തെല്ലാം സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. വിഷ്ണുഭുജംഗമൊക്കെ ശ്രീ ശങ്കര ഭഗവത്പാദര് തൻ്റെ അമ്മ മരണം അടുത്ത് കിടക്കുന്ന സമയത്ത് രചിച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ മഹാവിഷ്ണുവിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ വിഷ്ണു സഹസ്രനാമം അത് മഹാഭാരതത്തിലുള്ളതാണ്, വ്യാസരചിതമാണ്. വ്യാസരാണല്ലോ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അതില് വിഷ്ണു സഹസ്രനാമത്തെ പറ്റി ശങ്കര ഭഗവത്പാദര് അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള വ്യാഖ്യാനം. എന്തുകൊണ്ടാണ്? ആ നാമങ്ങൾക്ക് അത്രയേറെ മഹത്വമുണ്ട്. ആ നാമങ്ങൾക്ക് എന്തുകൊണ്ടാണ് മഹത്വം? അത് മഹാവിഷ്ണുവിനെ പറ്റിയാണ്. അപ്പോ ശ്രീ ശങ്കരോപി ഭഗവാൻ, ഭഗവാൻ എന്ന് ഇവിടെ പറയുന്നത് ശങ്കരാചാര്യയാണ്. ഭഗവത് അവതാരം തന്നെയാണ് ശങ്കരാചാര്യര്. ശങ്കരാചാര്യരെ പറ്റി പറയാറുള്ളത് ശിവന്റെ അവതാരമാണെന്നാണ്. അങ്ങനെ ശിവാവതാരമായിട്ടുള്ള ശങ്കരാചാര്യര് പോലും ഏറ്റവും അധികം സകളമായിട്ട്, അതായത് വിത്ത് ഫോം, സകളമായിട്ട് ആരാധിക്കണം. ആരെ ആരാധിക്കണം എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. മഹാവിഷ്ണുവിനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. മഹാവിഷ്ണുവിന്റെ വിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതിയതിൽ നിന്ന് എത്രത്തോളം പ്രാധാന്യം ശ്രീ ശങ്കരാചാര്യര് വിഷ്ണു ആരാധനയ്ക്ക് കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം പക്ഷപാതിയല്ല. വൈഷ്ണവനാണ് അല്ലെങ്കിൽ ശൈവനാണ്, അങ്ങനെയൊന്നും ശങ്കരാചാര്യരെ പറ്റി പറയാൻ പറ്റില്ല. അദ്ദേഹം വലിയൊരു വേദാന്തി. അദ്ദേഹത്തിന് ഇന്ന രൂപത്തിനോട് മറ്റേ രൂപത്തിനോട് പക്ഷപാതം പിടിച്ചിട്ട് ഏതെങ്കിലും താനൊരു പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ട് പറയുക, അങ്ങനെയില്ല. വാസ്തവം കണ്ടു, വാസ്തവമായിട്ട് പറഞ്ഞു. അതാണ് നഹി പക്ഷപാതി. പാർഷ്യലല്ല, ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാത്ത, ഇമ്പാർഷ്യലായിട്ടുള്ള ശങ്കരാചാര്യര് ഭഗവാനെ അവിടുത്തെ തന്നെയാണ്, മഹാവിഷ്ണുവിനെ തന്നെയാണ് സകളമായിട്ടുള്ള ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ട്. ത്വന്നിഷ്ടമേവ സഹി നാമസഹസ്രകാദി, സഹസ്രനാമത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. സഹസ്രകാദി വ്യാഖ്യത്, സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഭഗവാൻ. നാമസഹസ്രകാദി വ്യാഖ്യത് ഭവത് സ്തുതി പരശ്ച ഗതിം ഗതോന്തേ. ഭഗവാനെ തന്നെ, മഹാവിഷ്ണുവിനെ തന്നെ സ്തുതിച്ചുകൊണ്ടാണ് ശിവാവതാരം എന്ന് കണക്കാക്കുന്ന ശ്രീ ശങ്കരാചാര്യര് ദേഹം വെടിഞ്ഞത്. ഗതിം ഗതോന്തേ, അവസാന കാലത്ത് ഗതി അടഞ്ഞത് എങ്ങനെയാണ്? മഹാവിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടാണ്. എല്ലാ തരത്തിലും മഹാവിഷ്ണുവാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്തു പറയണം. 4ാമത്തെ ശ്ലോകത്തില് മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലു ത്വാമേവ തത്ര സകളം നിജഗാദനന്യം. ഇതിലും ആചാര്യസ്വാമികളെ പറ്റി തന്നെയാണ് പറയുന്നത്. മന്ത്രശാസ്ത്രത്തിന്റെ ആരംഭത്തില് ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള ശങ്കരാചാര്യര് നിഷ്കർഷിച്ച മന്ത്രശാസ്ത്രത്തിന്റെ അതില്
രണ്ട് തരത്തിലും പറയുന്നുണ്ട്. സകളമായിട്ടുള്ള ഭഗവാനെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിഷ്കളമായിട്ടുള്ള പരബ്രഹ്മ തത്വം ധ്യാനിക്കാൻ പറയുന്നുണ്ട്. പരബ്രഹ്മ തത്വത്തെ ധ്യാനിക്കുമ്പോൾ പ്രണവത്തെ സ്വീകരിക്കുക. പ്രണവം ഓം എന്നുള്ളത്, ഓം എന്ന മന്ത്രം, പ്രണവം സ്വീകരിച്ചുകൊണ്ട് നിഷ്കളമായിട്ടുള്ള ധ്യാനം. അതേസമയം രൂപത്തോടു കൂടി വേണം എന്ന് പറയുകയാണെങ്കിൽ അത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട്, അതില് ഭഗവാന്റെ അംഗവർണ്ണന ചെയ്തിട്ടുണ്ട് പലയിടത്തും ശങ്കരാചാര്യര്. അതാണ് കളായ സുഷമം, കാശാവിന്റെ പൂവാണ് കളായ പുഷ്പം എന്ന് പറയുന്നത്. നീല നിറത്തില് തെന്നിന്ത്യയില്, സൗത്ത് ഇന്ത്യയില്, സിലോണിലൊക്കെ നിറയെ നിൽക്കുന്ന ഒരു ചെടി, മരമല്ല ചെടി. ആ ചെടി ഒരു ബുഷിന്റെ ഫോമിലായിരിക്കും. അത് നിറയെ നീല നിറത്തില് അങ്ങനെയാണ് പൂത്തു നിൽക്കുക. അത് ഭഗവാന്റെ നിറമാണ്. അതുകൊണ്ട് കളായ സുഷമം, കാശാവിൻ പൂക്കളെ പോലെ അതിന്റെ നിറം ഉള്ള, അതിന്റെ സൗകുമാര്യമുള്ള ഭഗവാന്റെ ശരീരത്തിന്റെ വർണ്ണന പലയിടത്തും ആചാര്യസ്വാമികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സകളമായിട്ട് ആരാധിക്കുകയാണെങ്കിൽ മഹാവിഷ്ണു, നിഷ്കളമായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ പ്രണവം എന്ന് പറഞ്ഞ സമയത്ത് ശ്രീ ശങ്കരാചാര്യരും ഭഗവാന്റെ, മഹാവിഷ്ണുവിന്റെ മഹത്വം തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. പിന്നെ അടുത്ത ശ്ലോകത്തില് സമസ്തസാരേ ച പുരാണ സംഗ്രഹേ വിസംശയം തന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുക് സത്യപദത്രിഭാഗത പരംപദം തേ കഥിതം ന ശൂലിന. പുരാണ സംഗ്രഹത്തില് വ്യാസഭഗവാൻ എഴുതിയിട്ടുള്ള 18 പുരാണങ്ങള്, മഹാപുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്, ഈ പുരാണത്തിന്റെ എല്ലാം സംഗ്രഹമായിട്ടുള്ള സാരം എടുത്തിട്ടുള്ള പുരാണ സംഗ്രഹത്തില് എങ്ങനെയാണ് ഭഗവാന്റെ മാഹാത്മ്യം, മഹാവിഷ്ണുവിന്റെ മാഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്? അതില് സത്യലോകത്തിലാണ് ത്രിമൂർത്തികളും വാഴുന്നത് എന്ന് പറയുന്നു. സത്യലോകം ബ്രഹ്മാവിന്റെ ലോകമാണ്. ബ്രഹ്മാവിന്റെ ലോകത്തില് വിരാട് പുരുഷൻ വർണ്ണനയില് നമ്മൾ കണ്ടിട്ടുണ്ട്. വിരാട് പുരുഷ വർണ്ണനയില് ഭാഗവതത്തില് വിരാട് പുരുഷ വർണ്ണന വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അതിലേറ്റവും മുകളിലിരിക്കുന്ന ലോകമാണ് സത്യലോകം. ആ സത്യലോകത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. ബ്രഹ്മാവിന്റെയും ശിവന്റെയും വിഷ്ണുവിന്റെയും സ്ഥലമായിട്ടാണ് അതിനെ പറയുന്നത്. അങ്ങനെ 3 ഉള്ളതിനും മുകളിലാണ് വൈകുണ്ഠ ലോകം. പ്രപഞ്ചത്തിന് അപ്പുറത്ത്, പ്രപഞ്ചത്തിന് ബാഹ്യമായിട്ടാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സത്യലോകവും അതിന്റെ 14 ലോകങ്ങളെ പറ്റി നമ്മൾ പറയും. ഭൂമിയുടെ മുകളിൽ അന്തരീക്ഷം, അതിന് മുകളിൽ സ്വർഗം, പിന്നെ അതിന്റെ മുകളിൽ മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഭൂമിയുടെ താഴെ 7 ലോകങ്ങള്, പാതാളത്തിലേക്ക് എത്തുന്ന അതോ ലോകങ്ങള്. ഏറ്റവും ഉയരത്തിലുള്ളത് സത്യലോകം. ഇതൊക്കെ പ്രപഞ്ചത്തിൽ പെട്ടതാണ്. അതിനപ്പുറത്താണ് വൈകുണ്ഠനാഥന്റെ സ്ഥാനം. ഇതിന് മുകളിലാണ് വൈകുണ്ഠനാഥന്റെ സ്ഥാനം. അപ്പോ അവിടെയും സത്യലോകത്തിൽ പറയുന്ന 3 സ്ഥാനങ്ങളുടെയും മുകളിലാണ് വൈകുണ്ഠനാഥന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടുത്തെ മാഹാത്മ്യമാണ് എടുത്തു പറയുന്നത്. അതിന് മുകളിലാണ് ശൂലി എന്ന് പറഞ്ഞാല് മഹാദേവൻ. മഹാദേവന്റെ അങ്ങനത്തെ ഒരു ലോകത്തെ പറ്റി പുരാണ സംഗ്രഹത്തില് പ്രതിപാദിക്കപ്പെടുന്നില്ല. അപ്പോ ഇവിടെ മേൽപ്പത്തൂർ ആചാര്യൻ ആദ്യം ഭൃഗു മഹർഷി, മൃഗാസുരൻ തുടങ്ങിയവരുടെയൊക്കെ കഥ എടുത്തു പറഞ്ഞു.
പിന്നെ അത് കഴിഞ്ഞ് ശ്രീശങ്കരാചാര്യർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീശങ്കരാചാര്യരുടെ സഹസ്രനാമ വ്യാഖ്യാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഇവിടെ എല്ലാ പുരാണങ്ങളുടെയും സംഗ്രഹമായിട്ടുള്ള പുരാണ സംഗ്രഹത്തില് വർണ്ണിക്കപ്പെട്ടിട്ടുള്ള മാഹാത്മ്യം എടുത്തു പറയുന്നു. വൈകുണ്ഠത്തിന്റെ മാഹാത്മ്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. പരംപദം, അതാണ് ഇവിടെ വൈകുണ്ഠം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ത്രിമൂർത്തിയുക് സത്യപദ ത്രിഭാഗത, 3 മൂർത്തികളുടെയും ഭാഗങ്ങളായിട്ടുള്ള സത്യലോകം, അതിനു മുകളില് പരംപദം തേ കഥിതം, അവിടുത്തെ പരംപദം വൈകുണ്ഠത്തെ പറ്റി പറയുന്നു. ന ശൂലിന, മഹാദേവന്റെ അങ്ങനെ ഒരു ലോകത്തെ പറ്റി അവിടെ പരാമർശമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ആചാര്യന്റെ കൂടി, ശ്രീ മാധവാചാര്യര്, ശിവഭക്തനായിട്ടുള്ള മാധവാചാര്യരെ പറ്റി പറയുന്നു. യദ്ബ്രാഹ്മകൽപ ഇഹ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം വപുരനാവൃതമീശ ധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. ഇതിനു മുമ്പത്തെ ശ്ലോകത്തില് പുരാണ സംഗ്രഹത്തെ പറ്റി പറഞ്ഞു. ഇവിടെ മാധവാചാര്യര്, പുരാണ സാരത്തിന്റെ കർത്താവായിട്ടുള്ള മാധവാചാര്യര് ശിവഭക്തനാണ്. പുരാണസാരം എന്നുള്ള ഗ്രന്ഥത്തില് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതില് ആദ്യം തുടങ്ങുമ്പോ, ശ്ലോകം തുടങ്ങുമ്പോ ഭാഗവതത്തില് പറഞ്ഞതിനെ പറ്റി പറയുന്നു. ഭാഗവതത്തില് 2ാമത്തെ സ്കന്ധത്തില് ബ്രഹ്മദേവന് ഭഗവാൻ വൈകുണ്ഠ ദർശനം കൊടുത്തത് പറയുന്നുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്ക് ഒരുങ്ങുന്ന സമയത്ത് സൃഷ്ടിയിൽ ഒരു സ്ഖലനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം തപസ് ചെയ്തു മഹാവിഷ്ണുവിനെ. തപസ്സിന്റെ അവസാനത്തില് മഹാവിഷ്ണു തന്റെ വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്ത സമയത്താണ് നമ്മൾ ഭാഗവതത്തിൽ കാണുന്നുണ്ട്, ആ സമയത്ത് തന്നെയാണ് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് കൂടി 3ാമത്തെ സ്കന്ധത്തിലും മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് കാണുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വൈകുണ്ഠനാഥനായിട്ട് വൈകുണ്ഠം കാണിച്ചു കൊടുത്തത് 2ാമത്തെ സ്കന്ധത്തിൽ പറയുമ്പോഴാണ് അത് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെയുള്ള ഹേ ഭഗവാനെ, ഇവിടെ ബ്രാഹ്മകൽപ്പത്തില് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തിട്ടുള്ള വൈകുണ്ഠമുണ്ടല്ലോ, ആ വൈകുണ്ഠം, അവിടെ ഇരിക്കുന്ന ഭഗവാൻ അത് ഹരി എന്നും ശിവൻ എന്നും ഉള്ള പേരിൽ അറിയാം എന്ന് പരമ ശിവഭക്തനായിട്ടുള്ള മാധവാചാര്യര് പറയുന്നു. അപ്പോ പക്ഷപാതമില്ലാത്ത മഹാന്മാര്, ശൈവന്മാരായാലും വേണ്ടില്ല, വൈഷ്ണവരായാലും വേണ്ടില്ല, അവരൊക്കെ അവിടുത്തെ മഹാത്മ്യത്തെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹി ഹൃദയൈവ തദീയ ഭക്ത്യാ വ്യാസോ ഹി തേന കൃതവാൻ അധികാരി ഹേതോ സ്കാന്ധാദികേഷു തവ ഹാനിവചോർത്ഥവാദൈ. സ്കന്ദപുരാണം, സ്കന്ദനെ പറ്റിയിട്ടുള്ള പുരാണം സ്കാന്ദപുരാണം. സ്കാന്ദപുരാണത്തിലൊക്കെ പലപ്പോഴും മഹാവിഷ്ണുവിനേക്കാൾ കൂടുതൽ ശിവചൈതന്യത്തിന് മഹാത്മ്യമുള്ളതായിട്ട് പറഞ്ഞത് കാണാം. അതിനൊരു കാരണം എന്താ വെച്ചാല്, സാധാരണ ജനങ്ങള് സ്വപ്രകൃതി അനുസരിച്ചിട്ടാണ്, സ്വപ്രകൃതി അനുഗുണ ഗിരിശം ഭജന്തേ. ആരാണോ ഗിരിശൻ എന്ന് പറഞ്ഞാൽ ശിവനെ സ്വന്തം പ്രകൃതി അനുസരിച്ചിട്ടാണ് അവർക്ക് ശിവനോട് കൂടുതൽ ആഭിമുഖ്യം തോന്നുന്നത്. നേരത്തെ പറഞ്ഞു, മഹാദേവനില് സാത്വികത ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രബലമായിട്ട് താമസികത ഉണ്ട്. അപ്പോ സ്വന്തം സ്വഭാവത്തില് താമസികത കൂടുതലുള്ള ആൾക്കാര് അവരുടെ പ്രകൃതി അനുസരിച്ചിട്ട് മഹാദേവനെ തന്നെ ഭജിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക്
അവരങ്ങനെ ഭജിക്കട്ടെ, അവരെ അതിൽ നിന്ന് പിടിച്ചു മാറ്റണ്ട. മഹാദേവനോട് ഭക്തി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ പിടിച്ചു കുലുക്കി അതിൽ നിന്ന് മാറ്റി വിഷ്ണുവിനോ ആരാധിക്കൂന്ന് പറയണ്ട. അങ്ങനെ വിചാരിച്ചിട്ടാണ് പല ഗ്രന്ഥങ്ങളിലും സ്കന്ദപുരാണത്തിലും മറ്റും ശിവനാണ് പ്രാമുഖ്യം, ശിവനാണ് അധികം പ്രാമാണികത എന്നൊക്കെ സ്ഥാപിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? സ്വന്തം പ്രകൃതിയുടെ ഗുണം അനുസരിച്ച് മഹാദേവനെ ആരാധനാപാത്രമായിട്ട് സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് സന്തോഷായിക്കൊള്ളട്ടെ, അവരുടെ ഉപാസന മുന്നോട്ട് പോവട്ടെ. അവരുടെ ഉപാസന വഴിയിൽ വെച്ചിട്ട് നിർത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും സ്കന്ദപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാദേവനെ വേണ്ടത്ര മഹാവിഷ്ണുവിനെ വേണ്ടത്ര വന്ദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹാദേവന്റെ മുമ്പിൽ പലപ്പോഴും മഹാവിഷ്ണു ഒന്നുമല്ല എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുള്ളതും ശിവഭക്തന്മാർക്ക് വേണ്ടി, അവരുടെ ഭക്തി ദൃഢപ്പെടട്ടെ എന്ന് വേണ്ടി വിചാരിച്ചിട്ടാണ്, അല്ലാതെ മറ്റൊരു കാരണമല്ല എന്ന് പറയും. പിന്നെ പല ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ നാം അർത്ഥവാദം എന്നുള്ളതൊന്ന് കാണും. അർത്ഥവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യത്തിനെ എക്സാജറേറ്റ് ചെയ്ത് പറയും. വളരെ കൂടുതൽ എക്സാജറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യം ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ സത്യമായിട്ടുള്ള കാര്യം, ഇപ്പോ ഒരു കടലില് നല്ല പോലെ തിരമാലകള് ശക്തിയായി വീശി എന്ന് പറയുമ്പോൾ അവിടെ അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് കടലലകള്, തിരമാലകള് ഒരു തെങ്ങിന്റെ ഉയരത്തിൽ പൊങ്ങി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എക്സാജറേഷനാണ്. അന്ന് ആ പറഞ്ഞ ദിവസം തെങ്ങിന്റെ ഉയരത്തിലൊന്നും പൊങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ കടലലകൾക്ക് അത്രയും ഉയരത്തിൽ പൊങ്ങാൻ കഴിയും. അപ്പോ ഉള്ള കാര്യം ഇഫക്റ്റീവായിട്ട് വളരെ കൂടുതലായിട്ട് പറയുന്ന എക്സാജറേഷൻ ഒരു വിധം. വേറൊന്ന്, ഒരാളില് ഒരു ഗുണം അത് ഇല്ലെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ മഹാവിഷ്ണുവിനെ ആണെങ്കിലും മഹാദേവനെ ആണെങ്കിലും ആരെയാണെങ്കിലും ഈ ഒരു ഗുണം ഇല്ല എന്നാലും ഉണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക, അത് വേറൊരു തരത്തിലുള്ള എക്സാജറേഷൻ. പിന്നെ വേറൊന്ന്, എന്തൊക്കെയോ ചിലതൊക്കെ ഉണ്ട് പക്ഷെ ഇല്ല എന്ന് പറയുക. അദ്ദേഹത്തില് തീരെ കാമവികാരമില്ല, കന്മഷമില്ല, മത്സരബുദ്ധിയില്ല, അതൊക്കെ കുറച്ചുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ പരിശുദ്ധമാണ് ആ ഹൃദയം എന്ന് പറയുക. ഇതൊക്കെ പല തരത്തിലുള്ള എക്സാജറേഷൻ ആണ്. ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഗ്രന്ഥങ്ങളില് മഹാദേവനാണ് കൂടുതൽ മഹാത്മ്യമുണ്ട് എന്നുള്ളത് പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ചോദ്യം വരും, ശൈവര് ചോദിക്കും, ഗ്രന്ഥങ്ങളെ പുരാണ സാരമൊക്കെ പറയുമ്പോൾ എത്രയോ ശൈവ ഗ്രന്ഥങ്ങളില് മഹാദേവനാണ് കൂടുതൽ മഹാത്മ്യം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുക? അതാണ് ഇവിടെ പറയുന്നത്. ഭൂതാർത്ഥ കീർത്തിരനുവാദ വിരുദ്ധവാദവും ത്രേധാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥ സ്കാന്താദികേഷു ബഹവോത്ര വിരുദ്ധവാദാത് താമസത്വപരിഭൂത്യുപ ശിക്ഷണാദ്യ. ഈ എക്സാജറേഷൻ ഒക്കെ അവരവരുടെ ഇഷ്ടദേവനില് കൂടുതലായിട്ടും രുചി വരാൻ വേണ്ടിയാണ്. അതാണ് മഹാദേവനെയൊക്കെ സ്കാന്താദി പുരാണങ്ങളില് വർണ്ണിച്ചു പറയുന്നത്. മാത്രല്ല, അങ്ങനത്തെ ചില ഗ്രന്ഥങ്ങളില് വിഷ്ണുവിനെ മോശമാക്കിയിട്ടും കാണാം. വിഷ്ണുവിന് തമോ ഗുണമുണ്ട്, അതുകൊണ്ട് വിഷ്ണു പലയിടത്തും പരാജിതനാണ്. അങ്ങനെ പരാജിതനായിട്ടുള്ള വിഷ്ണുവിനെ മഹാദേവനും മറ്റും ഉപദേശിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നത് മഹാവിഷ്ണുവിന് മഹിമ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ശൈവരുടെ ഇടയിൽ അവരുടെ വിശ്വാസം പിഴുതു മാറ്റണ്ട എന്ന് വിചാരിച്ച് മഹാദേവനെ പറ്റി അവർക്ക് അധികം നല്ല അഭിപ്രായം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്.
എന്ന് പറയുന്നു. പിന്നെ അടുത്ത ശ്ലോകം യത്കിഞ്ചിദപ്യവിദുഷാപി വിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യപി ദൃഷ്ടമേവ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ ഒരു ഭക്തിപരം പരാത്മൻ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തൊക്കെയോ ഭഗവാനെ പറയുന്നു. അവസാനത്തെ ശ്ലോകം ഉണ്ടല്ലോ, അജ്ഞാത്വതേ മഹത്വം യതിഹ നിഗതിതം വിശ്വനാഥ ക്ഷമേധ. അതുപോലെ തന്നെയാണ് ഏകദേശം ഇവിടെയും ഈ ദശകത്തിന്റെ അവസാനത്തിലും മെഹ്ബത്തൂർ ആചാര്യൻ പറയുന്നത്. യത് കിഞ്ചിത് അവിദുഷാപി, അറിഞ്ഞിട്ടോ അറിയാതെയോ, അറിവില്ലാത്തത് കൊണ്ട്, അവിദുഷി അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങേപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു പോയി. അറിവില്ലാണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മന്ത്രശാസ്ത്രത്തിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ ഭഗവാന്റെ മുഴുവനും മഹത്വം അറിഞ്ഞിട്ടല്ല ഇതൊന്നും പറയണത്. പക്ഷെ ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് തന്നെയാണ്. വ്യാസമഹർഷി പറഞ്ഞിട്ടുള്ളത്, വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത ഹേ പരാത്മൻ. വ്യാസമഹർഷി പറഞ്ഞിട്ടുള്ള പുരാണങ്ങളിൽ ഏറ്റവും സാരഭൂതമായിട്ടുള്ള ഭാഗവതം, ആ ഭാഗവതത്തിൽ പ്രകീർത്തിപ്പിക്കപ്പെട്ടിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പൻ, ഭാഗവതത്തിൽ പോലും അപ്പൊ മറ്റ് ഗ്രന്ഥങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ഹേ ഭഗവാനെ, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. ക്ലേശാൻ വിധൂയ കുരു ഭക്തിപരം പരാത്മൻ. എനിക്ക് എൻ്റെ ക്ലേശങ്ങളെയൊക്കെ മാറ്റിയിട്ട് എന്നിൽ യഥാർത്ഥ ഭക്തി നിറച്ചു തരണേ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് അവസാനിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, വൃകാസുരന്റെ കാര്യം നമ്മൾ കണ്ടു. വൃകാസുരന്റെ മുമ്പില് വരം കൊടുത്ത പരമശിവന് നിക്കപ്പൊറുതിയില്ലാതെ എവിടേക്കൊക്കെയോ മഹാദേവൻ ഓടിയ സമയത്ത്, പലായനം ചെയ്ത സമയത്ത് വിഷ്ണുവാണ് ഒരു ചെറിയ ബ്രഹ്മചാരിയുടെ രൂപത്തിൽ വന്ന് വൃകാസുരനെ കൊണ്ട് വരം കിട്ടിയ വൃകാസുരന്റെ കൈകള് വൃകാസുരന്റെ തലയിൽ തന്നെ വെപ്പിച്ചിട്ട് മഹാദേവനെ രക്ഷിച്ചത്. അപ്പൊ വൃകാസുരന്റെ കഥയില് മഹാദേവന്റെ മഹാത്മ്യം പറയുന്നു. ഭൃഗുമുനിയുടെയും നമ്മൾ കണ്ടതാണ്, അടുത്ത് കണ്ടതാണ്. ആർക്കാണ് സാത്വികത എന്ന് പറയാൻ വേണ്ടി ബ്രഹ്മദേവന്റെ അടുത്ത് പോയി അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവനെ തീരെ വന്ദിക്കാതെ അനാദരം കാണിച്ചു, ബഹുമാനമില്ലാതെ കാണിച്ചു. ആ സമയത്ത് ബ്രഹ്മദേവന് ദേഷ്യം വന്നു. പിന്നെ കൈലാസത്തിൽ പോയ സമയത്ത് രണ്ടുപേരും ബ്രഹ്മദേവന്റെ പുത്രന്മാരായതുകൊണ്ട്, ഭൃഗുമഹർഷിയും ബ്രഹ്മദേവന്റെ പുത്രനാണ്, മഹാദേവനും പുത്രനാണ്. എന്റെ സഹോദര എന്ന് പറഞ്ഞിട്ട് ശിവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ, ഭൃഗു പരീക്ഷിക്കാൻ വേണ്ടിയല്ലേ ഭൃഗുമുനി പോയത്, മഹാദേവനെ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, എന്നെ തുടരുത്. എപ്പോഴും ശ്മശാനത്തിൽ വസിക്കുന്ന അങ്ങ്, എപ്പോഴും ചുടലഭസ്മം ധരിക്കുന്ന അങ്ങ്, ആരാണോ പാമ്പുകളെ ആഭരണമായിട്ട് ധരിക്കുന്ന അങ്ങനെയുള്ള അങ്ങ് എന്നെ തുടരുത് എന്ന് പറഞ്ഞ സമയത്ത് മഹാദേവന് ദേഷ്യം വന്നിട്ട് ശൂലമെടുത്ത് കുത്താൻ വേണ്ടി പുറപ്പെട്ടു. മരിച്ചു പോവുകയായിരുന്നു. അപ്പോഴേക്കും പാർവതി ദേവി ഇടപെട്ടത് കൊണ്ടാണ് മഹാദേവൻ ശൂലമെടുത്ത് കുത്താതിരുന്നത്. എന്നിട്ടാണ് മഹാവിഷ്ണുവിന്റെ അടുത്ത് വന്നത്. മഹാവിഷ്ണുവിന്റെ നെഞ്ചത്ത് ചവിട്ടി, അത് ഹേ മഹർഷി, അങ്ങയുടെ കാല് വേദനിച്ചോ? എന്റെ പരുപരുത്ത നെഞ്ചത്ത് ചവിട്ടിയിട്ട് എന്തായാലും ഈ പാട് ഞാൻ എന്നും അവിടുത്തെ അതായത് ഈ പാട് ഞാൻ എന്നും എൻ്റെ നെഞ്ചത്ത് അവിടുത്തെ പാദങ്ങൾ പതിഞ്ഞതല്ലേ, അത് ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഭൃഗു മഹർഷിയെ സന്തോഷിപ്പിച്ച മഹാവിഷ്ണു. അവിടെ മഹാവിഷ്ണുവിനാണ് മഹാത്മ്യം. മോഹിനിയുടെ കഥയിൽ എന്താ ഉണ്ടായത്? മോഹിനി കഥ, പാലാഴി മഥനം നടന്ന സമയത്ത് വലുതായ വിഷം അവിടെ ഉണ്ടായി.
ആ സമയത്ത് ദേവകളൊക്കെ പ്രാർത്ഥിച്ചു. വിഷം അവിടെ മുഴുവനും അന്തരീക്ഷത്തിൽ നിറഞ്ഞിട്ട് എല്ലാ ലോകങ്ങളെയും അത് തപിപ്പിക്കുകയാണ്. ആ സമയത്ത് മഹാദേവനെ വിളിച്ചു പറഞ്ഞ സമയത്ത് മഹാദേവൻ അവിടെ വന്നു. ആ വിഷം മുഴുവനും സ്വന്തം കയ്യിലെടുത്തിട്ട് പാനം ചെയ്തു. അങ്ങനെ മഹാദേവൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അമൃത് പൊന്തി മുകളിലേക്ക് വന്നത്. അമൃത് പൊന്തി മുകളിൽ വന്ന സമയത്ത് അമൃത കലശം അസുരന്മാര് തട്ടിപ്പറിച്ചിട്ട് ദേവന്മാർക്ക് കിട്ടാതെയായി. ആ സമയത്ത് ദേവന്മാര് രണ്ടുപേരും കൂടിയിട്ടാണ് പാലാഴി മഥനം ചെയ്തത്. അസുരന്മാർക്ക് മാത്രമാണ് അത് കിട്ടാൻ പോണത്. അപ്പോഴും അവര് ഭഗവാനെ തന്നെ ആശ്രയിച്ചു. അപ്പോ ഭഗവാൻ ഉടനെ തന്നെ ഒരു മോഹിനിയുടെ രൂപം എടുത്തിട്ട് അസുരന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുമ്പിൽ അവരുടെ കയ്യിൽ നിന്ന് ആ അമൃത കലശം വാങ്ങി വിളമ്പി കൊടുക്കാനാണ് എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരെ കൊണ്ട് കണ്ണടപ്പിച്ചിരുന്ന് ആ അമൃത കലശം പിന്നെ അവരുടെ മുമ്പിൽ നിന്ന് ഭഗവാൻ മാറി ദേവകളുടെ അടുത്ത് കൊണ്ടുപോയത് ദേവകൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ സമയത്ത് ഈ മോഹിനി രൂപം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് മഹാദേവൻ പാർവതിയോട് കൂടിയിട്ട് വൈകുണ്ഠത്തിൽ പോയി. ആ സമയത്ത് മഹാവിഷ്ണു ആ രൂപം ഒന്ന് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തതോട് കൂടിയിട്ട് മഹാദേവൻ അങ്ങനെ ഒരു സ്ഥലകാല ബോധമില്ലാതെ ആ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. അപ്പോഴും മഹാദേവന്റെ മുമ്പില് മഹാദേവനെ മയക്കാൻ ആർക്കും മഹാദേവന്റെ മുകളിൽ മായ പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മോഹിനിയുടെ രൂപത്തിൽ നിൽക്കുന്ന വിഷ്ണുവിന് ആ മായ പ്രയോഗിക്കാൻ പറ്റി. അവിടെയും വിഷ്ണുവിന്റെ മാഹാത്മ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ അംബരീഷന്റെ കഥ. അംബരീഷന്റെ കഥയിലും ഏകദേശം ഇതുപോലെ തന്നെ ദുർവാസാവിന്റെ പലായനമാണ് അതിൽ കാണുന്നത്. അംബരീഷൻ വിഷ്ണു ഭക്തനായിരുന്നു. ദ്വാദശി വ്രതം ഒരു കൊല്ലത്തെ ദ്വാദശി വ്രതം നോറ്റിരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞ പാരണ വന്നു. സമയത്ത് തന്നെ പാരണ ചെയ്യണം. അപ്പോഴാണ് ഇത്രേ വ്രതത്തിന് ശരിയായിട്ടുള്ള വ്രതത്തിന്റെ ഫലം നമുക്ക് കിട്ടുക. വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടായില്ല. പലപ്പോഴും പറയും, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടിയാണ്, വിളക്ക് കൊളുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിളക്ക് കെടുത്തുന്നതും എന്ന് പറയും. വേണ്ട സമയത്ത് അത് കെടുത്തുന്നത്, പടുതി കത്താതെ വേണ്ട പോലെ കെടുത്തുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് വ്രതം എടുത്താൽ വ്രതത്തിന്റെ പാരണയ്ക്ക് തുളസി തീർത്ഥം കയ്യിലെടുത്ത് ഭഗവാനെ വിചാരിച്ച് പാരണ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പ് എടുക്കുന്ന മുസ്ലിംസിന് നോമ്പ് പകല് മുഴുവനും നോമ്പെടുത്തിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കേണ്ട സമയത്ത് അവര് മറ്റെല്ലാ ജോലികളും മാറ്റി എല്ലാവരും ഒരുമിച്ച് കൂടി നോമ്പ് തുറക്കും. അപ്പൊ വ്രതത്തിന്റെ പാരണയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിനുവേണ്ടി പുറപ്പെടുന്ന അംബരീഷിന്റെ മുമ്പിലാണ് പിന്നെ ദുർവാസാവ് വന്നത്. ദുർവാസാവ് വന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി പോട്ടെ, ഞാൻ വരുന്നവരെ അത് അംബരീഷൻ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ് ദുർവാസാവിന്റെ വിചാരം. പക്ഷേ കുളിച്ചു കഴിഞ്ഞ് വരുന്നില്ല. സമയം തെറ്റിയ സമയത്ത് വ്രതത്തിന്റെ പാരണ സമയമായില്ലേ, വേറൊന്നുമില്ല, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് അത് കുടിച്ചു അംബരീഷൻ. അതിന് ദുർവാസാവ് വന്ന് ദേഷ്യപ്പെട്ടു. അതിഥിയെ സൽക്കരിച്ച് വരുത്തിയിട്ട് വ്രതത്തിന് ശേഷം സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിഥിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഞാൻ വരുന്നതിന് ഭക്ഷണം കഴിച്ചു അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ല, വെറും വെള്ളേ കഴിച്ചിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട ഭാവമല്ല. അംബരീഷൻ അവിടെ നിന്ന് പലായനം ചെയ്ത് അംബരീഷന്റെ മുമ്പിൽ നിന്ന് ദേഷ്യപ്പെട്ട് മുടി അടിച്ച് ഒരു ഒരു വലിയൊരു കൃത്യയെ ഉണ്ടാക്കി. ആ കൃത്യയെ ഭഗവാന്റെ സുദർശന ചക്രം ചുട്ടുകരിച്ചു. എന്നിട്ട് ഈ സുദർശന ചക്രം പിന്നെ ദുർവാസാവിന്റെ പിന്നാലെ പോവാൻ പുറപ്പെട്ടു. ദുർവാസാവ് 3 ലോകത്തിലും എല്ലാ ലോകത്തിലും ഓടിപ്പോയി. അവിടെ ബ്രഹ്മാവിനോ ശിവനോ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല. വിഷ്ണുവിന്റെ അടുത്തെത്തിയ സമയത്ത് വിഷ്ണു പറഞ്ഞു, അംബരീഷന്റെ അടുത്ത് തന്നെ പോയി അഭയം തേടിക്കോളൂന്ന്. കാരണം അംബരീഷനെ ഞാൻ ഭക്തന്
അസ്വ ഭക്തന്റെ മുമ്പിൽ ഞാൻ അസ്വതന്ത്രനാണ്, അവിടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വൈഷ്ണവ ഭക്തനായിട്ട് വൈഷ്ണവനായിട്ടുള്ള വിഷ്ണു ഭക്തനായിട്ടുള്ള അംബരീഷന്റെ മുമ്പിൽ എത്തിയപ്പോ അംബരീഷൻ ആ സുദർശനത്തിനോട് പ്രാർത്ഥിച്ചു, ഞാൻ എന്റെ എന്തെങ്കിലും ഈ കാലത്ത് ഞാൻ ശരിയായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഹേ സുദർശന ഭഗവാനെ അവിടുന്ന് അടങ്ങണേ, ഈ മഹർഷി വര്യനെ ഒന്നും ചെയ്യരുതേ. അപ്പൊ സുദർശനം അപ്പോഴാണ് അടങ്ങിയത്. അവിടെയും മഹാവിഷ്ണുവിന്റെ മഹത്വമാണ് കാണുന്നത്. ഇങ്ങനെയാണ് ഈ കഥ തുടക്കത്തില് ഇതിന്റെ ഭൃഗു മുനി മോഹിനി അംബരീഷ കഥകൾ എടുത്തു പറഞ്ഞു. ഭൃഗുമുനി മോഹിനി അംബരീഷൻ ഈ കഥകൾ എടുത്ത് പറഞ്ഞിട്ട് പിന്നെ ശങ്കരാചാര്യരെ പറ്റി പറഞ്ഞു, മന്ത്രസാരത്തെ പറ്റി പറഞ്ഞു, പുരാണസാരത്തെ പറ്റി പറഞ്ഞു, പിന്നെ പുരാണ സംഗ്രഹത്തെ പറ്റി പറഞ്ഞു, മാധവാചാര്യരെ പറ്റി പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇതിലൊക്കെ തന്നെയും പറയണത് മഹാവിഷ്ണുവിന്റെ മഹത്വമാണ് എന്ന് വളരെ ഗൗരവമായിട്ട് സ്ഥാപിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരി. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ കൃഷ്ണനോടാണ് പറയണത്. അപ്പോ കൃഷ്ണനും വിഷ്ണുവും ഒന്നാണെന്നുള്ള ഭാവത്തില് അവിടുത്തെ എല്ലായ്പ്പോഴും എന്ന പോലെ ഒരു സംഭാഷണ ശൈലിയിലാണ് സ്തുതി മുന്നോട്ട് പോണത്. നാരായണീയത്തിന്റെ പ്രത്യേകത ഭഗവാനുമായിട്ട് സംവദിച്ചുകൊണ്ട് സംഭാഷണ ശൈലിയിലാണ് ഈ ഗ്രന്ഥം മുഴുവനും രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പറഞ്ഞതൊക്കെ നമുക്ക് ഭഗവാന്റെ തൃക്കാൽക്കല് സമർപ്പിക്കാം. മഹാവിഷ്ണുവിന്റെ വലുതായ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. മഹാവിഷ്ണുവും മഹാദേവനും ബ്രഹ്മദേവനും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഭാവത്തില് നമുക്ക് എല്ലാം തന്നെ സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവട്ടെ. ശക്തിയായാലും ശിവനായാലും ബ്രഹ്മാവായാലും ദിക്പാലകന്മാരായാലും അതൊക്കെ പരബ്രഹ്മത്തിന്റെ തന്നെ വൈഭവങ്ങളാണ്, വിവിധ ഭാവങ്ങളാണ്. പിന്നെ മഹാവിഷ്ണുവിന്റെ മഹത്വം സാത്വികമൂർത്തിയാണ് എന്നുള്ളതാണ്. നമ്മളുടെ വ്യാവഹാരിക ജീവിതത്തില് സാത്വികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് പറ്റട്ടെ. നമുക്ക് ധാരാളം താമസികത ഉണ്ട്, നമ്മളിൽ ധാരാളം രാജസികതയുണ്ട്. പക്ഷെ താത്വികമായിട്ടെങ്കിലും സാത്വികതയാണ് കേമം എന്നുള്ളത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. പറഞ്ഞതൊക്കെ ഭഗവാന്റെ കാൽക്കല്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര. പുരുഷോത്തമ വൈകുണ്ഠദ്വയി സർവം സമർപ്പിതം. ഹരി ഓം. ശ്രീ ഗുരുവായൂരപ്പ.